ബാർ കേസിൽ അറ്റോർണി ജനറലിന് ഹാജരാകാൻ വിലക്കില്ലെന്ന് സുപ്രീം കോടതി. അറ്റോർണി ജനറലിനെ വിലക്കണമെന്ന ടി.എൻ. പ്രതാപന്റെ ആവശ്യം കോടതി തള്ളി. മദ്യനയത്തിൽ വിവേചനമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. 5 സ്റ്റാർ ബാറിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിശോധിക്കാമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇന്ന് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കുന്നു. ചർച്ചയിൽ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ കൂടി ചേരുന്നുണ്ട്. ഏറ്റവും ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നിപ്പോൾ അറ്റോർണി ജനറൽ 4 സ്റ്റാറുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതിന് വിലക്കില്ല, അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും എതിർവാദം ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം എതിർത്ത് കത്തെഴുതിയിട്ടും വേണ്ട രീതിയിൽ കോടതിയിൽ വാദിക്കാതിരുന്നത്? അല്ല, ഇതിനിപ്പോൾ ടി.എൻ. പ്രതാപൻ കൊടുത്ത ഒരു ഹർജിയിലെ വാദമാണല്ലോ ഇന്ന് നടന്നത്. അതിനകത്ത് സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, അവരാണ് തീരുമാനിക്കേണ്ടത് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ആണ് എന്നുള്ളത്. അല്ലാതെ കോടതി ഇതിനകത്ത് ഇടപെട്ടതായോ അല്ലെങ്കിൽ ഇതിന്റെ ശരിയും തെറ്റും ചൂണ്ടിക്കാണിച്ചതായോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം. തീർച്ചയായിട്ടും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പക്ഷേ നിന്നുണ്ടായ ഇതിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ പോലും സുപ്രീം കോടതിയിൽ കേസിന് ഹാജരാകേണ്ട ആളാണ് അറ്റോർണി ജനറൽ. ആ അറ്റോർണി ജനറൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയത്തിനെതിരായി വാദിക്കുന്ന കേസിൽ ഹാജരാകുന്നതിലെ അധാർമികത ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യതയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വക്കീലിനില്ലേ? അങ്ങനെ അറ്റോർണി ജനറൽ ഈ കേസിൽ ഹാജരാകുന്നതിന്റെ അധാർമികതയെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ആണല്ലോ അറ്റോർണി ജനറലിനെ നിയമിച്ചത്. സ്വാഭാവികമായി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ യൂണിയനകത്ത് കേന്ദ്ര ഗവൺമെന്റ് വരുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ വരുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, പിന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഹാജരാകേണ്ട അറ്റോർണി ജനറൽ ഒരു സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഹാജരായത് അനൗചിത്യമുണ്ട്. അത് പിന്നെ ശരിയായ നടപടിക്രമം അല്ലെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോടതിയും പറഞ്ഞ ആളാണല്ലോ. ഗവൺമെന്റ് ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ആ ഗവൺമെന്റിൽ പിന്നെ കേരള ഗവൺമെന്റ് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, ഇത് അനൗചിത്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും. ശ്രീ രാജഗോവിന്ദൻ തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് കോൺഗ്രസ് വക്താവാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. കോൺഗ്രസിന്റെ നിലപാട് ഇതാണെന്ന് പറയുകയും മുഖ്യമന്ത്രി ഈ രീതിയിൽ പ്രധാനമന്ത്രിക്ക് തന്നെ കത്തെഴുതുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ കപിൽ സിബൽ വാദിക്കുന്ന സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിക്കുന്ന കേസിൽ ഈ വാദം കോടതിയിൽ നടക്കാതെ പോയതായി നിങ്ങൾ കാണുന്നത്? ഈ വാദം നടക്കാതിരുന്നത് കോടതിയിലാണ് വാദിക്കേണ്ടത്. പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയല്ല വേണ്ടത്. പ്രധാനമന്ത്രിക്ക് ഒരു ആശയവിനിമയം നടത്താം. പക്ഷേ കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ വക്താവ്, ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്ന ആൾ ഈ കാര്യം ഉന്നയിക്കേണ്ടതായിരുന്നു. ഉന്നയിക്കാതിരുന്നത് അക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയുള്ള ആത്മാർത്ഥത തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അവിടെ അദ്ദേഹം കപിൽ സിബൽ നിശ്ചയമായും ഇക്കാര്യം കോടതിയിൽ ഉന്നയിക്കേണ്ടതായിരുന്നു. പിന്നെ നിയമപരമായി വാദിക്കാനുള്ള അവകാശം അറ്റോർണി ജനറൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ധാർമ്മികമായ വശമാണ് ഇക്കാര്യത്തിൽ അറ്റോർണി ജനറൽ കേരളത്തിൻ്റെ നേരത്തെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റിൻ്റെയും കൂടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു അറ്റോർണി ജനറൽ അങ്ങനെ ഹാജരാകുമ്പോൾ അതിന് ധാർമ്മികമായ വശത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. നിയമപരമായി വാദിക്കാൻ അവകാശമുണ്ട്. അക്കാര്യം ഈ ധാർമ്മികമായ വശം പോലും സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്ന കപിൽ സിബൽ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായും. ശ്രീ ആന്റണി രാജു, ഈ കാര്യത്തിൽ കേരളത്തിൽ മദ്യനയം ഉണ്ടാക്കിയപ്പോൾ തൊട്ട് തന്നെ നേതാക്കന്മാർ തമ്മിൽ, ഭരണപക്ഷത്ത് തന്നെ ഉള്ള പാർട്ടികൾ തമ്മിലുള്ള ആശയക്കുഴപ്പം ഒരുപാട് ചർച്ച ചെയ്തതാണ്. കേരള കോൺഗ്രസിനുള്ള നിലപാടല്ല മദ്യത്തിൻ്റെ ഈ ഘട്ടം ഘട്ടമായുള്ള ഈ നിരോധന രീതിയിൽ കോൺഗ്രസിനുള്ളത്. അവിടെ കോൺഗ്രസിൽ തന്നെ ഒരു പക്ഷത്തിനുള്ള നിലപാടല്ല മറ്റു പക്ഷത്തിനുള്ളത് എന്നുള്ളതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, താങ്കൾക്കും അറിയാം. ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ? ഇവിടെ ഈ ധാർമ്മിക പ്രശ്നം പുറത്തു പറയുമ്പോഴും
കോടതിയിൽ വാദിക്കേണ്ട കാര്യത്തിൽ കൃത്യമായി വാദം വരാതെ പോകുന്നത്? ഇത് ലാൽ, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് അഭിഭാഷകനായ അറ്റോർണി ജനറൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഒരു ബാർ ഉടമയ്ക്ക് വേണ്ടി ഹാജരായത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. നിയമപരമായും ധാർമ്മികമായുള്ള രണ്ട് വശങ്ങൾ ഈ കാര്യത്തിലുണ്ട്. നിയമപരമായ വശം മാത്രമേ കോടതിയിൽ പറയാൻ കഴിയുകയുള്ളൂ. ധാർമ്മികമായ വശമാണ് പ്രധാനമന്ത്രിയോട് പറയുന്നത്. നിയമപരമായി നോക്കുമ്പോൾ അറ്റോർണി ജനറലിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതിയോടുകൂടി ബാറുടമയ്ക്ക് വേണ്ടി ഹാജരാകുന്നതിൽ നിയമത്തിൽ ഒരു തടസ്സവും ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിന് ഹാജരാകും. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അവിടെ ഒന്ന് ചോദിക്കട്ടെ ശ്രീ ആന്റണി രാജു, അതായത് നിയമപരമായി തന്നെ ആ അറ്റോർണി ജനറൽ സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിന് വേണ്ടി പോലും സുപ്രീം കോടതിയിൽ വാദിക്കേണ്ട ഒരു അഭിഭാഷകനാണ്. ആ അർത്ഥത്തിൽ നിയമപരമായി പോലും ഒരു ചലഞ്ച് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴുള്ള അഭിഭാഷകന് ഉയർത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തോക്കുന്ന കേസുകളിൽ പോലും ജയിക്കാൻ വേണ്ടി അവസാന ശ്വാസം വരെ വാദങ്ങൾ നിരത്തുന്നവരാണല്ലോ വക്കീലന്മാർ. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുത്തില്ല? അല്ല, നിയമം അറിയുന്നവർ നിയമമല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, രണ്ട് വിഷയമുണ്ട്, നിയമമുണ്ട് ധാർമ്മികതയുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ പ്രതാപൻ്റെ അഭിഭാഷകൻ അവിടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് നിയമപരമായി നിലനിൽക്കാൻ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചല്ലോ. മുഖ്യമന്ത്രി ചെയ്തത് വളരെ കറക്റ്റാണ്. കാരണം ഇതിന് നിയമപരമായി അവകാശം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ധാർമ്മികമായി ശരിയല്ല എന്ന് 100 വട്ടം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അനുമതി കൊടുത്തത് തെറ്റാണ്, ആ അനുമതി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. ധാർമ്മികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാനിത് ഈ ചർച്ച. അങ്ങനെയാണെങ്കിൽ ധാർമ്മികത ചൂണ്ടിക്കാട്ടി ശ്രീ ടി എൻ പ്രതാപന് കോടതിയിൽ പോകേണ്ടതില്ലായിരുന്നല്ലോ. അദ്ദേഹം ധാർമ്മികത ഉണ്ടായിട്ടും ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ, സംസ്ഥാന സർക്കാർ കൂടി പിൻബലം കൊടുക്കുമെന്ന് കരുതിയിട്ടാണല്ലോ പോയത്. അത് കിട്ടാതെ പോയത് ടി എൻ പ്രതാപന്റെ കഷ്ടക്കേടെന്നല്ലേ പറയേണ്ടതുള്ളൂ. ഡോക്ടർ ലാൽ, നിയമത്തിൻ്റെ പിൻബലമുള്ള ധാർമ്മികതയ്ക്ക് കോടതിയുടെ മുമ്പിൽ നിലനിൽപ്പുള്ളൂ. അല്ലാതെ ധാർമ്മികത മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ പിൻബലമില്ലാത്തൊരു ധാർമ്മികത കോടതി തള്ളിക്കളയുന്നു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഈ കേസ് കഴിഞ്ഞ 2-3 ദിവസമായി സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശങ്ങൾ താങ്കളും ശ്രദ്ധിച്ചതാണല്ലോ. തുടക്കത്തിൽ തന്നെ കോടതി പറഞ്ഞത് എന്താണ്? മദ്യം നിരോധിക്കേണ്ടതാണ്, അതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷേ ഈ മദ്യനിരോധനം കേരളത്തിൽ വന്നതിൽ 2 നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഫയലുകളിൽ കാണുന്നു. എന്താണ് അതിൽ നിന്നൊക്കെ വായിച്ചെടുക്കേണ്ടത്? അല്ല, ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് 2 നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് ഫയലിൽ കാണുന്നു എന്നല്ല കോടതി പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും തമ്മിലുള്ള തർക്ക പ്രശ്നമാണോ ഇത്തരം ഒരു നയ രൂപീകരണത്തിലേക്ക് കടന്നത് എന്ന് ഫയലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കോടതി ഓറലായിട്ട്, അതായത് വാദത്തിനിടയിൽ സൂചിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിലൊരു അല്പം വസ്തുതയുണ്ട്. ഞാൻ ആ രാഷ്ട്രീയ വശത്തിലേക്ക് കടക്കുന്നില്ല. ശ്രീ ആന്റണി രാജു പറഞ്ഞ കാര്യത്തോടെ എനിക്കൊരു അഭിപ്രായം, അദ്ദേഹത്തിനോടുള്ള ബഹുമാനം നിലനിർത്തിയ ഒരു അഭിപ്രായത്തെ ഞാൻ പറയട്ടെ. ഈ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിലെ ഈ ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായതിൽ നിയമപരമായി 87-ലെ കേന്ദ്ര അഭിഭാഷകരുടെ അപ്പോയിൻമെൻറ്റിൽ വളരെ കൃത്യമായി തന്നെ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ അദ്ദേഹം പോകാൻ പാടില്ല എന്ന്, അത് സ്വകാര്യ വ്യക്തികൾക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില അടിയന്തര ഘട്ടത്തിൽ പൊതുപ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങളിലോ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടെ തന്നെ അദ്ദേഹത്തിന് പോകാമെന്ന് പറയുന്നു. ബാർ ഉടമകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ അഭിഭാഷകരായി രംഗത്തിറക്കിയതിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അത് അവരുടെ കേസ് ജയിക്കാൻ അവർ ഏറ്റവും യോഗ്യരായിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ കേസ് നടത്തി പരിചയസമ്പന്നനായ ഒരാളെ കണ്ടുപിടിച്ച് കേസ് ഏൽപ്പിക്കും. പക്ഷേ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അത് നിയമപരമായ ഒരു വലിയ പ്രശ്നമാണ്, വെറും ധാർമ്മിക പ്രശ്നം മാത്രമല്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ പോളിസിയിൽ ടൂറിസമാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട ഭാഗമായിട്ടാണ് 5 സ്റ്റാറിന് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത് മദ്യം വിൽക്കാനുള്ള. അപ്പോൾ തീർച്ചയായിട്ടും ടൂറിസം ആസ്പെക്ട്സിൽ ശരിക്കും സംസ്ഥാന ഗവൺമെൻറ് പരിഗണിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ടൂറിസം ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തെയാണ്. അപ്പോൾ നിയമപരമായോ ഭരണഘടനാപരമായ ഒരു പ്രശ്നം കോടതിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കോടതിയെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നവരാണ് അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും ഒക്കെ. അപ്പോൾ അറ്റോർണി ജനറൽ സംസ്ഥാനം കൊണ്ടുവരുന്ന ഒരു പോളിസിയിലെ കാര്യത്തിൽ സ്വകാര്യ വ്യക്തികളിലേക്ക് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നവും അവിടെ വരുന്നു. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് കോടതിയിൽ അദ്ദേഹം ഹാജരാകുന്നതിനെ സംബന്ധിച്ച് കോടതിക്ക് അഭിപ്രായ വ്യത്യാസമല്ല, പക്ഷേ അദ്ദേഹത്തിന് അനുമതി കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ ആക്ഷേപം കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലേക്ക് വെക്കാനാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇന്നുവരെ അദ്ദേഹത്തിന് റിട്ടേൺ ആയിട്ട് ഓർഡർ കൊടുത്തിട്ടില്ല ഇതിൽ ഹാജരാകാൻ. മറിച്ചാണെങ്കിൽ എൻ്റെ ബഹുമാനപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ആ കാര്യം പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട
നമ്മുടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ, നിയമവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ അഭിഭാഷകർ സർക്കാർ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് ഹാജരാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപക്ഷെ ഓറലാണ് കൺസെന്റ് കൊടുത്തുവെങ്കിൽ, വാക്കാൽ കൺസെന്റ് ആണെങ്കിൽ ഒരിക്കലും നിയമത്തിന് മുമ്പിൽ നിൽക്കില്ല. ഇൻ റൈറ്റിംഗിൽ വേണം, അത് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കേസിൽ നമ്മുടെ കേസിന്റെ ഇന്നത്തെ അറ്റോർണി ജനറലിനെ കേസിൽ ബാർ ഉടമകൾക്ക് വേണ്ടി വാദിക്കാൻ തുടരാം എന്നുള്ള ആ കാര്യത്തിന്റെ ഒരു ഘട്ടമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷേ ഈ കേസ് മൊത്തത്തിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ആശങ്കകൾ പലർക്കുണ്ടാകുന്നു. കോടതിക്കുണ്ടായതുപോലെ KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും വിരുദ്ധ അഭിപ്രായം ഉള്ളത് ഈ മദ്യനയത്തിലേക്ക് നയിച്ചോ എന്നൊക്കെ കോടതിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് രാഷ്ട്രീയമായി അല്പം മോട്ടിവേറ്റഡ് ആണോ ഈ മദ്യനയം എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വിധിയിലും ഇതിൻ്റെയൊക്കെ നിഴലുകൾ കാണാൻ സാധിക്കില്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അല്ല, അതിനുമുമ്പ് ഞാൻ ശ്രീ ശിവൻ മഠത്തിൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ശ്രീ ആന്റണി രാജു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണ വിയോജിക്കുകയാണ്. കാരണം ഇതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നമല്ല, ഇതിനകത്ത് നിയമപരമായ പ്രശ്നം കൂടിയുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 അനുസരിച്ചിട്ട് അറ്റോർണി ജനറൽ ആയാലും അതുപോലെ തന്നെ സോളിസിറ്റർ ജനറൽ ആയാലും അവർ ലോ ഓഫീസേഴ്സ് ആണ്. അപ്പോ പിന്നെ കണ്ടീഷൻ ഓഫ് സർവീസ് റൂൾസ് 7 അനുസരിച്ചിട്ട് അതായത് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതുപോലെ എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, അത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന മുഴുവൻ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, അവയ്ക്ക് വേണ്ടി ഹാജരാകുക എന്നുള്ളതാണ് അറ്റോർണി ജനറൽ ജോലി. അല്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഹാജരാകുക എന്നുള്ളതല്ല. അപ്പൊ നിയമപരമായും അറ്റോർണി ജനറൽ ചെയ്ത തെറ്റാണ്, ധാർമ്മികമായും ചെയ്ത തെറ്റാണ്. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സുപ്രീം കോടതി തന്നെ ഇപ്പൊ അനുമതി കൊടുത്തിരിക്കുന്നതിലൂടെ ആ വാദങ്ങൾക്ക് ഇനി പ്രസക്തി ഇല്ലാതാകുകയല്ലേ? സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അറ്റോർണി ജനറൽ കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വക്താവെന്ന മറവിൽ ഈ അബ്കാരി കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ നിസ്സാരപ്പെട്ട ആളുകളല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് ഇപ്പൊ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ അറ്റോർണി ജനറലിന് വാദിക്കാം എന്നാണ്. അങ്ങനെ പറയുന്നതിലൂടെ ഇപ്പൊ ഈ ഉയർത്തുന്ന വാദങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതാവുകയല്ലേ? പരിഗണനയ്ക്കിരിക്കുമ്പോൾ ഇത്തരം ചില നിരീക്ഷണങ്ങളും ചില കമന്റുകളും ഒക്കെ പല ആളുകൾ പറയാറുണ്ടെങ്കിലും ഞാൻ വളരെ വ്യക്തമായി പറയാമല്ല, ഈ കേസിൽ ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റ് മദ്യനയത്തിനെതിരായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നില്ല. അങ്ങനെ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിലോ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിലോ അവർക്ക് നിരാശപ്പെടേണ്ടി വരും. അതാണ് ഞാൻ ഈ കേസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മദ്യനയത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാതെ തന്നെ അങ്ങ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസ് നേതാക്കളുടെ, താങ്കളെ പോലുള്ളവരുടെയൊക്കെ മുന്നിലുള്ള ഒരു പ്രശ്നം അത് അവതരിപ്പിക്കൽ മാത്രമാണ്. മദ്യനയത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ വിവേചനമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, കോടതി അങ്ങനെ പറഞ്ഞാൽ പോലും 5 സ്റ്റാറിനും കൂടി വേണ്ട, ഇനിയിപ്പോൾ അനുമതി വേണ്ട എന്ന നിലപാടിലേക്ക് പോകുന്ന അർത്ഥത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ പോലും പറഞ്ഞാൽ ഈ മദ്യനയത്തിൽ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങളിൽ വന്ന അപാകതയായല്ലേ കാണാൻ സാധിക്കൂ? ഒരിക്കലും ഒരു അപാകതയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേരള ഗവൺമെന്റ് സമ്പൂർണമായ മദ്യനിരോധനം ഘട്ടം ഘട്ടമായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി ചാരായ നിരോധനം കൊണ്ടുവന്നു. അതിനുശേഷം നമുക്കറിയാം 2 സ്റ്റാർ ബാറുകൾ, അത് കഴിഞ്ഞ് 3 സ്റ്റാർ, പിന്നെ 4 സ്റ്റാർ, ഏറ്റവും അവസാനം 5 സ്റ്റാറിലേക്ക് വരുന്നു. ഓരോ വർഷവും 10% ബിവറേജിന്റെയും അതുപോലെ കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകൾ പൂട്ടുന്നു. അപ്പൊ സ്വാഭാവികമായി ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ മൗലികമായ അവകാശമാണ് നയരൂപീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് നയരൂപീകരണത്തിൽ ഒരിക്കലും സുപ്രീം കോടതി ഇടപെടില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മദ്യനയത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല, അത് ഇനി ഏതെങ്കിലും കാരണവശാൽ സുപ്രീം കോടതി വിവേചനമുണ്ട് എന്ന് കണ്ടെത്തിയാൽ പോലും സർക്കാരിന് ഒരു തിരിച്ചടിയായി അതിനെ കാണാൻ സാധിക്കില്ല എന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അല്ല, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് നേരത്തെ പറഞ്ഞ വാദഗതി ഇനിയും തുടരാൻ സാധിക്കില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞു അറ്റോർണി ജനറലിനെ വാദിക്കാം, നിയമപരമായ ഒരു തടസ്സവുമില്ലെന്ന്. പിന്നെ ഈ ഭരണഘടനയിൽ വകുപ്പും പറഞ്ഞുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അതിനെതിരായി വാദിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ പ്രസക്തി പോയി. സുപ്രീം കോടതി മുകളിൽ ഇനി ആരാ ഉള്ളത്?
അപ്പോൾ അതുകൊണ്ട് വാദിച്ചതിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനവും കൊണ്ട് ഇനി നടന്ന കാര്യമില്ല, അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി ഇന്നലെ നടന്ന വിചാരണയുടെ ഭാഗമായി അവർ പറഞ്ഞു ഇതിനകത്ത് വിവേചനമുണ്ടോ ഇല്ലോ, വിവേചനമുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ ഗവൺമെൻറ് നയം സമ്പൂർണ്ണ നിരോധനമാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലടക്കം ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് മിലിറ്ററിയുടെ സ്റ്റോറുകളിലോ എയർപോർട്ടിലോ ഒരു സ്ഥലത്തും ഇത് പിന്നെ വിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം ഈ ഗവൺമെൻറ് നയമാണെങ്കിൽ നടപ്പാക്കട്ടെ, സുപ്രീം കോടതി അംഗീകരിക്കട്ടെ. അവിടെ പിന്നെ ടൂറിസത്തിൻ്റെ ഒന്നും പേര് പറഞ്ഞ് കൊണ്ടു നടക്കാനൊന്നും നോക്കില്ല. മദ്യനിരോധനമാണെങ്കിൽ സമ്പൂർണ്ണ മദ്യനിരോധനമായിരിക്കണം. അവിടെ പോലീസ് ക്ലബിൽ കൊടുക്കാം, അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കാം, മിലിറ്ററി ക്യാമ്പുകളിൽ കൊടുക്കാം. ആ വിവേചനമൊന്നും നടക്കില്ല. അതെല്ലാം നിർത്തൽ ചെയ്യാൻ സുപ്രീം കോടതിക്ക് തീരുമാനിക്കുമെങ്കിൽ നിങ്ങളുടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കും. സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു 2 നയം ഉണ്ട് എന്നാണോ ശ്രീ ആനത്തലവട്ടം കരുതുന്നത്? ഉണ്ടെന്നല്ല ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇവിടെ ചില ക്ലബ്ബുകൾക്ക് കൊടുക്കാം, 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കാം, പ്രത്യേക ചില സ്ഥലങ്ങളിലെല്ലാം കൊടുക്കാം. അതേസമയം ബിവറേജ് കോർപ്പറേഷൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും 10% ഷോപ്പുകൾ ഓരോ വർഷവും പൂട്ടും എന്നതാണല്ലോ ഇപ്പോൾ. ബാക്കിയുള്ള എല്ലാം പ്രവർത്തിക്കും. റൈറ്റ്. അതൊരു വിവേചനമാണ് എന്നതാണ് വന്നിരിക്കുന്നത്. അത് ഇന്നലെ സുപ്രീം കോടതിയുടെ പരാമർശനത്തിലും അതൊരു വിവേചനമാണ്, അത് പരിശോധിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മദ്യനയത്തിൽ നിങ്ങൾ UDFിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉയർത്തുന്ന കാര്യങ്ങളല്ലല്ലോ ഈ നയത്തിൽ ഉള്ളത്. ഇപ്പോൾ അതിനാണല്ലോ ഈ തിരിച്ചടി എന്ന് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്, വിവേചനം എന്ന് സുപ്രീം കോടതി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് തിരുത്തി പോകേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി പറയാൻ കിട്ടുന്ന അവസരമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അതിന് ഒരു സെൻറ്റൻസ്, അറ്റോർണി ജനറൽ ഹാജരാകുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ എന്ത് വാദിച്ചാലും, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് വാദിച്ചാലും, ഞാൻ എന്ത് പറഞ്ഞാലും സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു, നിയമപരമായി വാദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദവും തുടങ്ങിക്കഴിഞ്ഞിരുന്ന സ്ഥിതിക്ക് ഇനി നമ്മുടെയൊക്കെ വാദം ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ മാത്രമേ കഴിയുള്ളൂ. എന്താ ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഇവിടെ വിവേചനത്തിൻ്റെ കാര്യത്തിൽ ഈ മദ്യനയം കൊണ്ടുവന്നപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങളെടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചില അപാകതകളുണ്ട്. അതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച അപാകതകളിൽ ഒന്നാണ് ഈ വിവേചനം സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് ബാറുടെ മേൾക്ക് അനുകൂലമായി വരുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതുൾപ്പെടെ പല കാര്യങ്ങളിലും ഞങ്ങളുടെ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ സൺഡേ ഡ്രൈഡേ ആക്കിയതുൾപ്പെടെ പല മാറ്റങ്ങളും അന്ന് വരുത്തി. ഒരു മാറ്റവും വരുത്തുകയില്ല എന്ന് ആവർത്തിച്ച് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഏറ്റവും കൂടുതൽ വിവേചനം എന്നുള്ള, ഭരണഘടനയുടെ വിവേചനം എന്നുള്ള കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാറുടെ മകൾ വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ നിൽക്കുന്നത്. അത് തന്നെയാണ് ഗവൺമെൻറ് ആശങ്ക. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കപിൽ സിബൽ ഈ കാര്യത്തിൽ കോടതിയുടെ മുമ്പിൽ നടത്തിയൊരു പരാമർശമുണ്ട്. അതൊരു വിവേചനമാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുത്തതാണ് ഒരു വിവേചനമെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ ആ വിവേചനം മാറ്റാൻ 5 സ്റ്റാറിൻ്റെ കൂടി ലൈസൻസ് പിൻവലിക്കാം. വേണമെങ്കിൽ ഇന്ന് കോടതിക്ക് വേറൊരു ഉത്തരവ് പുറപ്പെടുവിക്കാം. കാരണം 5 സ്റ്റാറിന് കൊടുത്തിട്ടുള്ള വിവേചനമാണെങ്കിൽ കോടതിക്ക് പറയാം ആ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 സ്റ്റാറിന് കൊടുത്തിട്ടുള്ള ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു എന്ന് കോടതിക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഏത് കണക്കിലായാലും ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു മദ്യനയം, ഈ കേരളത്തെ മദ്യവിമുക്തമാക്കുക എന്നുള്ള കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് മനസ്സിലാകാത്തത്. താങ്കൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി. ഏറ്റവും ഒടുവിൽ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ പുട്ടിന് പീര പോലെ അവസാനം ഒരു ആത്മാർത്ഥതയുടെ കണക്കുകൂടി പറഞ്ഞല്ലോ. അതെവിടെയാണ് കണക്കിൽ കൊള്ളിക്കുക എന്നാണ് മനസ്സിലാകാത്തത്. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ വിവേചനം എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിക്കില്ലായിരുന്നല്ലോ. അല്ല, അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ മുമ്പിലും ഹൈക്കോടതിയുടെ മുമ്പിലും വാദം വന്നപ്പോൾ അഡ്വക്കേറ്റ് കപിൽ സിബൽ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹാജരായ കപിൽ സിബൽ പറഞ്ഞത് ആ 5 സ്റ്റാറിന് കൊടുത്തത്, ഹോട്ടലിൽ കൊടുത്തത് വിവേചനമാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാണ്. അതൊരു തടസ്സമായി ഈ നയത്തിന് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. മറ്റു പലരും ഒരുപക്ഷെ പറയുന്നതിൽ നിന്ന് വീണ്ടും ഉയർന്നു വരുന്ന ചോദ്യം അതുതന്നെയാണ്. ഈ മദ്യനയത്തിൽ സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടോ രാഷ്ട്രീയമായ ഒരു മോട്ടിവേഷൻ ഈ മദ്യനയത്തിന് ഉണ്ട് എന്ന്? അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കില്ലല്ലോ വിധിയിൽ ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന്. മിസ്റ്റർ ലാലെ, കേരളത്തിൻ്റെ മദ്യനയം കൊണ്ടുവരുന്നതിനും മദ്യനയത്തിൽ മദ്യ ഉപഭോഗം പടിപടിയായി കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള നയപരമായ തീരുമാനമെടുക്കാനാണ് ജനം അധികാരം നൽകി സർക്കാർ അധികാരത്തിൽ നിൽക്കുന്നത്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ആന്റണി രാജുവും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും എത്ര തന്നെ ആ സർക്കാരിൻ്റെ തീരുമാനത്തെ ന്യായീകരിച്ച്, അത് അവരുടെ ബാധ്യതയും കൂടെയാണ്, ന്യായീകരിച്ചാലും
അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ നയം കേരളത്തിൽ വന്നു എന്നുള്ളത്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിൽ കടക്കുന്നില്ല, കാരണം അതിനുള്ള കെൽപ്പുള്ള ആളല്ല ഞാൻ. പക്ഷേ സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും ഈ കാര്യത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനം ഈ പറയപ്പെടുന്ന നയം വരുന്നത് വരെ എന്താണ് എങ്ങനെ സംഭവിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. രണ്ടാമതൊരു കാര്യം, നിയമത്തിൻ്റെ പരിപ്രേക്ഷത്തിലൂടെ ഞാൻ എൻ്റെ ശ്രീ ആന്റണി രാജു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തോട് ചോദിക്കട്ടെ, ഒരു നയരൂപീകരണം എങ്ങനെ കേരളത്തിൽ നടക്കണമെന്ന് നമ്മുടെ പാരമ്പര്യം നമുക്ക് വളരെ കൃത്യമായി പറയുന്നു. നിയമസഭയിൽ ഇത്തരത്തിലുള്ള വളരെ സജീവമായ കേരളത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, മത, സംസ്കാരത്തെ, ആരോഗ്യത്തെ, നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു നയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ട്, ക്യാബിനറ്റിൽ പോലും വ്യക്തമായ വിശദമായ ഒരു ചർച്ച ചെയ്യാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പേപ്പർ കാണിച്ചിട്ടാണ് നയം രൂപീകരിക്കുന്ന പത്രസമ്മേളനം നടത്തുന്നതും അത് തിരിച്ചു വരുന്നതും ഒക്കെ. ഈ ഒരു ഞാൻ പറയട്ടെ, ഈ അല്ല ഒരാൾ പറയുമ്പോൾ പറയാൻ അനുവദിക്കുക, ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ നയം വരുമ്പോൾ ആ നയത്തിൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ വിശദമായ പരിഗണനയ്ക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യത്തിലാണ് ഈ നയരൂപീകരണത്തിൽ കോടതി ഇടപെടില്ല. പക്ഷേ അവിടെ അനുച്ഛേദം, ഭരണഘടന അനുച്ഛേദം, വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ കോടതി ഇടപെടും. രണ്ട്, ആ പോളിസി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ കോടതിക്ക് ഇടപെടാം. ഇവിടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഗവർണർക്ക് കൊടുത്തല്ല ഈ പോളിസി വന്ന ഈ കാര്യം വളരെ വ്യക്തമായി വളരെ ചർച്ചകളിലൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നയത്തിൽ ഇടപെടാൻ കോടതിക്ക് അധികാരം ജുഡീഷ്യൽ റിവ്യൂവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവേചനവും ഡിസ്ക്രിമിനേഷനും ഉണ്ട് എങ്കിൽ കോടതി ഇടപെടും. ആ കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പെട്ടെന്ന് ഒരു മറുപടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും താങ്കൾ പറഞ്ഞതെല്ലാം ധാർമ്മികതയുടെ വശത്ത് നിന്ന് ഉയർത്തുന്നതാണ്. നിങ്ങളെപ്പോലുള്ള പലരും ഇപ്പോൾ ഉയർത്തുന്നത് ധാർമ്മികതയുടെ കാര്യമാണ്. പക്ഷേ കോടതിയിൽ ധാർമ്മികതയ്ക്ക് വിലയില്ലല്ലോ, അവിടെ നിയമപരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിന് എന്താണ് പെട്ടെന്നൊരു മറുപടി പറയുക? നമുക്ക് മറ്റതികളിൽ കൂടെ പെട്ടെന്ന് പോയി ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ലാലെ, ഞാൻ ധാർമ്മികയുടെ പ്രശ്നമല്ല, ഞാൻ പറയുന്നതിന് വേറെ രീതിയിലാണ് ലാൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിയമപരമായും ധാർമ്മികമായും രണ്ട് രീതിയിലുമാണ്. ഇവിടെ ആനന്ദപ്പെട്ട ആനന്ദം പറയുന്ന സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. സുപ്രീം കോടതി പറഞ്ഞത് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ കാര്യത്തിൽ അറ്റോർണി ജനറൽ എന്ത് ചെയ്യണം, എങ്ങനെ ചോദിച്ചോട്ടെ, ഇന്നിപ്പോ സുപ്രീം കോടതി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ റോത്തക്ക് എന്താണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ വാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ, പരാമർശങ്ങൾ അങ്ങനെയല്ലേ പോകുന്നത്? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് അറ്റോർണി ജനറൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാണ്. സുപ്രീം കോടതി ഞാനൊരു കാര്യം പറയാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എന്താണ് അറ്റോർണി ജനറൽ ചെയ്യേണ്ടത്, വാദിച്ചോളൂ. ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങ് അടുത്ത ചർച്ചയിലേക്ക് പോകുമ്പോഴെങ്കിലും ഈ കാര്യം അറിയുക. സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് റോത്തകിയോട് ബാർ ഉടമകൾക്ക് വേണ്ടി വാദിച്ചോളാൻ റോത്തകിയോട് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. ഇപ്പൊ സുപ്രീം കോടതിയിൽ എന്ത് നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ലാലിനിപ്പോ അങ്ങനെ ആക്കി തീർക്കണമെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാൻ ഞാനത് ചെയ്യാനാ. പക്ഷെ സുപ്രീം കോടതിയിൽ നടന്ന എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിൽ ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് ഈ നിയമവശം ശ്രീ പ്രതാപന്റെ അഭിഭാഷകൻ കാളീശ്വര രാജു ഉയർത്തിയപ്പോൾ ആ വാദം തള്ളിക്കളയുകയും നിയമപരമായി നിലനിൽക്കില്ല എന്നും നിങ്ങൾക്ക് അതൊക്കെ ഉന്നയിക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിനോട് പറയൂ. കാരണം അവിടെയാണ് അനുവാദം കൊടുക്കണോ വേണ്ട തീരുമാനിക്കാറുണ്ട്. ആ കാര്യത്തിൽ അറ്റോർണി ജനറൽ വാദം തുടങ്ങി ഏതാണ്ട് പകുതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ UDF നേതൃകക്ഷിയുടെ നേതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ആ വാദം തുടങ്ങിയെന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അദ്ദേഹത്തിന്റെ വാദിച്ച കാര്യങ്ങളെല്ലാം ഇന്ന് എല്ലാ ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോൾ അറ്റോർണി ജനറൽ വാദിച്ചില്ല, നിയമപരമായി അദ്ദേഹത്തിന് വാദിക്കാൻ അവകാശമില്ലെങ്കിൽ സുപ്രീം കോടതി അനുവാദം കൊടുക്കുമോ? തീർച്ചയായിട്ടും. ശ്രീ ആനത്തലവട്ടം, ഇതിനകത്ത് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ രാഷ്ട്രീയമായി മോട്ടിവേറ്റഡ് ആണ് ഈ കാര്യങ്ങളെങ്കിൽ അഭിഭാഷകരല്ല, കോടതിയല്ല അതിന് മറുപടി പറയേണ്ടത്, പ്രതിപക്ഷമാണോ അത് ഉയർത്തേണ്ടത്? ഈ മദ്യനയത്തിലെ രാഷ്ട്രീയം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, ഇവിടെ ബഹുമാനായ ശ്രീ ശിവൻ മഠത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു നയം രൂപീകരിക്കുമ്പോൾ അത് സാമ്പത്തികവും സാമൂഹികവും ആയ വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് വേണം രൂപീകരിക്കാൻ. അങ്ങനെയല്ല രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ പത്രങ്ങളിലൊരു വാർത്ത വന്നിട്ടുണ്ട്. ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്ന 1 ഡസൻ കുട്ടികൾ മയക്കുമരുന്നിനും മറ്റുള്ളത്തിനും അടിമപ്പെട്ടിരിക്കുന്നു. ഇത് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറഞ്ഞ് നടപ്പാക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ
വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രവണത ഒറ്റ ഫുഡ് സ്റ്റെപ്പ് ഇട്ട് പോലെ നിർത്തുമ്പോൾ മറ്റ് ഇല്ലിസർ ലിക്കർ അതെല്ലാം തന്നെ ഇല്ലിസിറ്റ് ലിക്കർ എല്ലാം തന്നെ വ്യാപകമാകും. എത്രയോ വാഹനങ്ങളിലാണ് ഇപ്പോൾ സ്പിരിറ്റ് സഹിതം പിടിച്ചുകൊണ്ട് വരുന്നത്. ഓണക്കാലത്ത് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് തന്നെ വന്നിരിക്കുന്നത് അവർക്ക് ഭയം തോന്നുന്നുണ്ട് മദ്യ ദുരന്തം ഉണ്ടാകുമോ ഇല്ലെന്ന്. വിഷമദ്യം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആണ് ഈ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സമയക്കുറവുകൊണ്ട് മാത്രം മറ്റതിഥികളിലേക്ക് വീണ്ടും എത്താൻ സാധിക്കുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആന്റണി രാജു, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ശ്രീ ആനത്തലവട്ടം. അടുത്ത ചർച്ചയിലും തുടരും. വിഴിഞ്ഞം നായകനാര് എന്നതാണ് അടുത്ത വിഷയം ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ചർച്ചയിലേക്ക്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കാതെ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് ലത്തീൻ കത്തോലിക്ക സഭ. എന്ത് വില കൊടുത്തും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈ പാക്യവുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ജോർജ് മേഴ്സിയർ. ശ്രീ ആനത്തലവട്ടം തുടരുന്നു. വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതി പ്രതിനിധിയായി ശ്രീ ഏലിയാസ് ജോൺ, ഒപ്പം ലത്തീൻ കത്തോലിക്ക സഭയുടെ വികാർ ജനറൽ ഫാദർ യൂജിൻ പെരേരയും. ഏറ്റവും ആദ്യം ശ്രീ ഫാദർ യൂജിൻ പെരേര, എന്താണ് ഇന്ന് ചീഫ് സെക്രട്ടറി അദാനിയുടെ പ്രതിനിധി സൂസൈ പാക്യം ഈ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? ചീഫ് സെക്രട്ടറി സൂസൈ പാക്യം പിതാവിനെ കാണുമെന്ന് ഇന്നലെയൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞത്. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി സൂസൈ പാക്യം പിതാവിനെ കാണാൻ വരുന്നുവെന്ന് ദൂതൻ വഴി ഇവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങള് സർക്കാരിന്റെ തന്നെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വരുന്നു എന്ന ധാരണയിന്മേൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും സൂസൈ പാക്യം പിതാവും ഒരുമിച്ച് ചീഫ് സെക്രട്ടറിയും ഈ അദാനി പോർട്ടിന്റെ പ്രതിനിധിയെയും കണ്ടിരുന്നു. അവര് ഞങ്ങളിൽ നിന്ന് എന്തൊക്കെ കാണാനും കേൾക്കാനും വന്നിരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എങ്കിലും സൂസൈ പാക്യം പിതാവ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഉയർത്തുന്ന ആശങ്കകൾ എന്തൊക്കെയാണെന്ന് വളരെ സവിസ്തരം പറയുകയും ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവര് ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ കളിപ്പിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പൊ ഞങ്ങൾ അവരോട് കൃത്യം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ പോർട്ട് നിർമ്മിക്കുമ്പോൾ കഴിഞ്ഞ കാലം ഞങ്ങളുടെ അനുഭവങ്ങളുണ്ട്. വിഴിഞ്ഞത്തുൾപ്പെടെ മുതലപ്പുഴി പോർട്ട് നിർമ്മിച്ചപ്പോഴേക്കുള്ള അനുഭവത്തിൽ നിന്ന് അവിടെയൊക്കെ കര നഷ്ടപ്പെടുകയുണ്ടായി. ഈ വലിയ 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാർപ്പും അതോടൊപ്പം തന്നെ 180 ഏക്കർ കടൽ നികത്തുകയും ചെയ്യുമ്പോൾ പനത്തറ മുതൽ പെരുമാതുറ വരെയുള്ള കര നഷ്ടപ്പെടുന്ന കാര്യം ഞങ്ങൾ അവരെ വളരെ സ്പഷ്ടമായി അവരുടെ തന്നെ റിപ്പോർട്ടുകളിലുള്ള കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അടിമലത്തുറ മുതൽ പൊഴിയൂർ വരെ ഏകദേശം 50,000 മത്സ്യത്തൊഴിലാളികൾ ആ മേഖലയിൽ വസിക്കുകയും കടലിൽ മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ബിസിൽ എന്ന് പറയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള കമ്പനി തന്നെ ഏർപ്പെടുത്തിയ റോയൽ ഹെസ്കോണിംഗ് എന്നുള്ള ഏജൻസി വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ക്രമേണ ഈ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നത് തന്നെ നിരോധിക്കപ്പെടാൻ, പോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി നിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏർപ്പെടുത്തിയ ഏജൻസികൾ പറയുന്നുണ്ട് കടലിൽ മത്സ്യത്തിന്റെ ലഭ്യത ഗണ്യമായി കുറയും, ധാരാളം അപകടങ്ങളുണ്ടാകും. അതുപോലെ നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ അപകടത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ഞങ്ങൾ സംസാരിച്ചെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ വേണ്ടത്ര അവകാശമുള്ള ആളുകളാണെന്ന് ഞങ്ങൾക്ക്. ഫാദർ യൂജിൻ പെരേര, തിരിച്ചെത്താം. ശ്രീ ജോർജ് മേഴ്സിയർ, ചീഫ് സെക്രട്ടറി സർക്കാർ അയച്ച പ്രതിനിധി ഒപ്പം അദാനിയുടെ പ്രതിനിധിയുടെ പോയി, അവർ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് ഫാദർ യൂജിൻ പെരേര പറയുന്നത്. അതുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്കർ തിങ്കളാഴ്ച മുതൽ സമരത്തിലേക്ക്. ശ്രീ ജോർജ് മേഴ്സിയർ. അല്ല, അച്ഛൻ പറയാതെ പറഞ്ഞു വെച്ചത് പോർട്ട് വേണ്ടെന്നാ. നിങ്ങൾക്ക് പോർട്ട് വേണ്ടെങ്കിൽ അപ്പുറത്ത് കുളച്ചൽ കാത്തിപ്പുണ്ട്. 2000 ഏക്കർ ഭൂമിയുമായിട്ട് ജയലളിത അദാനിയുടെ പുറകെ നിൽക്കുക. കുളച്ചൽ പോർട്ട് വന്നാലും കുളച്ചലും പൂവാറും തമ്മിൽ 37 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം അവിടെ സംഭവിക്കും, നിങ്ങൾ ഈ പറഞ്ഞ തീരത്തെല്ലാം സംഭവിക്കും. ശ്രീ ജോർജ് മേഴ്സിയർ, അതായത് ആശങ്കകൾ ഉയർത്തുന്നവരുടെ മുന്നിൽ ഇത് ഇവിടെ നിന്ന് കുളച്ചലിലേക്ക് പോകും എന്ന് പറഞ്ഞതുകൊണ്ട് ആയോ ആ ആശങ്കകൾ പരിഹരിക്കും? ആശങ്കകൾ അവർ തെളിച്ച് പറയുന്നില്ലല്ലോ ആരും. ഈ 2014 ജനുവരിയിൽ VISLൻ്റെ വെബ്സൈറ്റിൽ ഒരു പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. ആ പാക്കേജിൻ്റെ വളരെ ചുരുക്കം ഞാൻ വായിക്കാം. അവിടെ സ്ഥിരമായി തൊഴിൽ നഷ്ടപ്പെടുന്നത് 75 പേരേ ഉള്ളൂ.
വിഴിഞ്ഞം കടപ്പുറത്ത് കമ്പ വല വലിക്കുന്ന 3 കമ്പ വലയുടെ ആളുകൾ 75 പേര്. പക്ഷേ റിപ്പോർട്ടിൽ, സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന റിപ്പോർട്ടിൽ 50,000 പേരുടെ പേര് പറയുന്നുണ്ട്. 50,000 പേരെന്ന് പറഞ്ഞാൽ റവന്യൂ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ കണക്കാണ്. ഈ കടൽക്ഷോഭവും ഈ പറഞ്ഞ ഇതൊക്കെ വരുന്ന റവന്യൂ ജില്ല കണക്കാക്കിയിട്ടാണോ കടൽക്ഷോഭവും അല്ലെങ്കിൽ ഈ പറഞ്ഞ നാശങ്ങളും വരുന്നത്? അല്ലല്ലോ. അവിടെ ഈ 50,000-ൻ്റെ കണക്കവിടെ ഇരിക്കട്ടെ. ഞാൻ കോവളത്ത് MLA ആയിരുന്നു, എനിക്കറിയാം പൂവാർ എത്ര മത്സ്യത്തൊഴിലാളിയുണ്ട്, കരിങ്കുളത്ത് എത്ര പേരുണ്ട്, പുല്ലുവള എത്ര പേരുണ്ട്, വിഴിഞ്ഞത്ത് എത്ര പേരുണ്ട്, എനിക്കറിയാം. ഞാൻ വോട്ടർ എല്ലാവരുടെയും വീട്ടിൽ കയറുന്ന ഒരുത്തരാണ്. എനിക്ക് കൃത്യമായ കണക്ക്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുക. അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തെ 75 പേർക്ക് സ്ഥിരമായി തൊഴിൽ പോകും കമ്പവലക്കാർ. പിന്നെ താൽക്കാലികമായി ജോലി നഷ്ടപ്പെടുന്നത് മുല്ലൂർ മേഖലയിലെ 250 ചിപ്പി പറക്കുന്ന ആൾക്കാരാണ്. പിന്നെ താൽക്കാലികമായിട്ട് ജോലി നഷ്ടപ്പെടുന്നത് അടിമലത്തുറയിലെ 20 കമ്പവല 500 തൊഴിലാളികളാണ്. പിന്നെ സീസൺ വരുമ്പോൾ മറ്റു പല സ്ഥലത്തു നിന്ന് വരുന്ന ഒരു 500-1000 പേർക്ക് ചിലപ്പോൾ സീസൺ അവിടെ ചിലപ്പോൾ മീൻ പിടിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര പേരുടെ കാര്യം? എല്ലാം കൂടെ ചേർത്ത് പരമാവധി വരുമ്പോൾ 2500-ൽ താഴെ. 2500 പേരെന്ന് പറയുമ്പോൾ അവരുടെ കുടുംബം എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് ഒരു 10-12,500 പേര് വരാമെന്ന് കോൺഗ്രസ് നേതാവ് ശ്രീ ജോർജ് മേഴ്സിർ തന്നെ പറയുമ്പോൾ ആണത്തലവട്ടം കറക്റ്റ് കണക്കെന്തായിരിക്കും? ഞാൻ പൂർത്തിയാക്കില്ല, ഒരു മിനിറ്റ് കൂടി. അപ്പോൾ ഇവർക്ക് വേണ്ടി 7 കോടി രൂപയുടെ ഒരു പദ്ധതി പാക്കേജ് കൊടുക്കുക. ഇവർക്കെല്ലാം പുതിയ വള്ളങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, പുതിയ വല വാങ്ങിച്ചു കൊടുക്കുന്നു, പുതിയ എഞ്ചിൻ കൊടുക്കുന്നു, എല്ലാ പുതിയ ഉപകരണം കൊടുക്കും. ഇന്നുള്ളതിനേക്കാളും 10 ഇരട്ടി മെച്ചത്തിൽ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ചെയ്ത് കൊടുക്കുകയാണ്. അതെന്താ അംഗീകരിക്കാത്തത്? ശ്രീ ആനത്തലവട്ടം, ഇത്രയും കാര്യങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു 10-12,500 പേർക്ക് ഈ അവസ്ഥകൾ ഉണ്ടായാൽ അത് അവർ സഹിച്ച് ഈ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ? അല്ല, ഈ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കണമെന്ന് വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം, കേരളത്തിൻ്റെ താല്പര്യം, അവിടെയുള്ള തീരപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ താല്പര്യം അതെല്ലാം പരിഗണിച്ചുകൊണ്ടാകണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതുടനെ തന്നെ തുറമുഖം വേണ്ടാന്ന് പ്രത്യക്ഷമായി പറയുകയാണെന്നുള്ള നിഗമനത്തിലെത്തരുത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഭീതി വർത്തിയെന്ന് ബഹുമാന്യ പിതാവ് സൂസാപാക്യത്തിൻ്റെ ബിഷപ്പ് തിരുമേനിയുടെ പ്രസ്താവന ഞാൻ കണ്ടു. ഇവിടെ ഫാദർ യൂജൻ പെരേരയും പറയുകയുണ്ടായി. അവിടെ മത്സ്യത്തൊഴിലാളിക്ക് പോയി മത്സ്യം പിടിക്കുന്നതിന് തടസ്സമുണ്ടാകും. ഒരു കര നികരുകയും ഒരു കര നഷ്ടപ്പെടുകയും ചെയ്യും. എൻ്റെ മണ്ഡലം, ഞാൻ ആറ്റിങ്ങൽ MLA ആയിരുന്ന അവസരത്തിൽ ഞാൻ വളരെ താല്പര്യമെടുത്താണ് മുതലപ്പുഴ ഒരു ഫിഷിംഗ് ഹാർബറാക്കാൻ ഒരു ശ്രമം നടത്തിയത്. അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, മുതലപ്പുഴയെ ആ താഴമ്പള്ളി പൂന്തറ പ്രദേശങ്ങളുടെ കര മുഴുവൻ എടുത്തു പോയി. ഇനി അവിടെ കര ഇല്ലാതാകുന്നൊരു സ്ഥിതിയും, പെരുമാതറ ഒരു 2-3 കിലോമീറ്ററോളം നേരത്തിൽ മണൽ അടിച്ചു കയറി കര നികരുകയും ചെയ്തിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ഇപ്പോൾ തലശ്ശേരിയിലും ഇതേ അനുഭവം സംഭവിക്കുകയാണ്. അതുകൊണ്ട് പരിസ്ഥിതി വിദഗ്ധന്മാരെന്തു പറഞ്ഞാലും നമ്മുടെ പ്രായോഗികമായ അനുഭവം വെച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൂടെ അല്ലാതെ തുടങ്ങിയാൽ, ഫാദർ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബിഷപ്പ് തിരുമേനി ചൂണ്ടിക്കാണിച്ചതുപോലെ കുറേ പ്രദേശങ്ങൾ നഷ്ടപ്പെടും. മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യം പിടിക്കാനൊക്കാത്ത സ്ഥിതിയും, പുലിമുട്ടുകൾ കൂടുതൽ പുലിമുട്ടിട്ടാൽ കപ്പലെടുക്കില്ല. ഇതിൻ്റെ ഈ വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ മുതലപ്പുഴ ഇപ്പം നിർമ്മിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കിയതാണ്. പക്ഷേ അത് ഒരു ശാപമായി ഇപ്പോൾ തീരുകയാണ്. ആ ആപത്ത് വരരുതെന്നുള്ള ഉത്കണ്ഠയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഈ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ ഈ കുളച്ചലിൻ്റെ എന്നും പേര് പറഞ്ഞ ആളുടെ പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്തിക്കളയായിരുന്നു. എന്താണെന്നറിയാം, നമ്മുടെ മുമ്പിലൊരു അനുഭവമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് നമ്മളുണ്ടാക്കിയ കരാർ നല്ല ഭാവനയോടും കൂടിയാണ് ഉണ്ടാക്കിയത്. തിരിച്ചു വരാം ശ്രീ ആനത്തലവട്ടം. ശ്രീ ഏലിയാസ് ജോൺ, മദർ പോർട്ടിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തന്നെ, ആക്ഷൻ സമിതിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഒരു പ്രത്യേക വികാരം ഇതിനോടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ അതേസമയം ഈ ആശങ്കകൾ വരുമ്പോൾ ആ ആശങ്കകൾക്കുള്ള മറുപടിയാണോ ശ്രീ ജോർജ് മേഴ്സിയറും മുഖ്യമന്ത്രിയും നൽകുന്നത്? നിർഭാഗ്യവശാൽ ഇത് ഇപ്പം നമുക്ക് കൊച്ചി മെട്രോയുടെ ഒരു അനുഭവമുണ്ട്. കൊച്ചി മെട്രോയിൽ ഒരു 5 സെൻറ്റ് ആ ബാനർജി റോഡും MG റോഡും ചേരുന്നിടത്ത് ഒരു തർക്കം ഉണ്ടായപ്പോൾ അടിയന്തിരമായി ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടിയാണ് അതിന് പരിഹാരം ഉണ്ടാക്കിയത്. അതുപോലെ ഇത്രയും വലിയൊരു പദ്ധതി വരുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ചീഫ് സെക്രട്ടറി ആണോ വിടേണ്ടത് ചർച്ചയ്ക്ക്? അപ്പോൾ അത്രയും ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ കാണുന്നത്. 25 വർഷമായിട്ട് ഈ നാട്ടിൽ ഇത് അതിനു മുമ്പേ നടക്കേണ്ടതായിരുന്നു. അദ്ദേഹം പല ഘട്ടത്തിലും പറയും ഇത് 25 വർഷം മുമ്പ് നടക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പുകയാണ്. 25 വർഷം മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ധനകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹം 5 പൈസ ഈ പദ്ധതിക്ക് വേണ്ടി നീട്ടിവെച്ചിട്ടുണ്ടോ? അതൊന്നും ചെയ്യാതെ ഇത്രയും വൈകി ജനങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെ അരുവിക്കരയിൽ ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞം അങ്ങ് ഡിക്ലെയർ ചെയ്യുകയും ഇന്ന് അദ്ദേഹത്തിന് അത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് എങ്ങനെയും അദാനിയെങ്കിൽ അദാനി എന്ത് വിട്ടുവീഴ്ച ചെയ്തും ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സാരമില്ല,
കരാറിൽ എന്തൊക്കെ ദോഷമുണ്ടായാലും സാരമില്ല, ഈ പദ്ധതി നടപ്പാക്കണമെന്നുള്ള വാശി. അദ്ദേഹത്തിന് വേറൊന്നുമില്ല. ബാർക്കോഴ പ്രശ്നം, സരിത പ്രശ്നം, ഗൺമോൻ പ്രശ്നം, പ്രശ്നങ്ങളുടെ പുറത്ത് കടന്ന് അദ്ദേഹത്തിന് ആകെയുള്ള ഒരു റിലീഫാണ് വിഴിഞ്ഞം പദ്ധതി. അത് തിരുവിതാംകൂറിൽ വിഴിഞ്ഞം പദ്ധതി, കൊച്ചിയിൽ മെട്രോ, മലബാറിൽ കണ്ണൂർ എയർപോർട്ട്, ഇങ്ങനെ 3 വികസന പദ്ധതി വെച്ചിട്ടാണ് അദ്ദേഹം ഇനി അടുത്ത ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോക്കിൽ, ഈ ഒരു അതിവേഗ ഓട്ടത്തിനിടയിൽ ആര് ചതഞ്ഞരഞ്ഞു പോകുന്നു എന്നുള്ളത് ലത്തീൻ കത്തോലിക്ക വികാരി ജനറൽ പറഞ്ഞ അല്ലെ സൂസൈപ്പാക്യം തിരുമേനി പറയുന്നതിനോട് കണ്ണടച്ച് കളയേണ്ട കാര്യമില്ല എന്ന് താങ്കളും പറയുന്നുണ്ട്. അവർ പറയുന്ന വിഷയം വളരെ വൈകിപ്പോയെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഈ പറയുന്ന തരത്തിൽ കോമ്പൻസേഷൻ ആവശ്യപ്പെടേണ്ട വർഷങ്ങൾക്ക് മുമ്പ് അത് കൃത്യമായ ഒരു ടേബിൾ കോൺഫറൻസിൽ തീർക്കാവുന്ന ഒരു വിഷയം ഇത്രയും വലിച്ചു നീട്ടിയത് പോലും മുഖ്യമന്ത്രിയാണ്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. 2 മത്സ്യത്തൊഴിലാളികളാണ് കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. ഒരാൾ സ്വയം പിൻവലിച്ചു, മറ്റേയാളൊരു ഫേക്കാണ്, മത്സ്യത്തൊഴിലാളി അല്ല. ഞങ്ങൾ എഴുതി കൊടുത്തു മുഖ്യമന്ത്രിക്ക്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ച് പോലീസിനെ കൊണ്ട് വെരിഫൈ ചെയ്ത് കോടതിയിൽ അത് ഹാജരാക്കിയാൽ ആ കേസ് തള്ളിപ്പോവും. ഇന്ന് വരെ അദ്ദേഹത്തിന് നടപടി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി അദ്ദേഹം എന്തിനാണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്? ഇമ്മീഡിയറ്റ് നടപടി ഉണ്ടാക്കാൻ. അദ്ദേഹം പല തട്ടുകളിലൂടെ അവസാനം പോയി കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പോയി. കോൺസ്റ്റബിൾ പറഞ്ഞ അങ്ങനെ ഒരാളവിടെ ഇല്ല. ഇങ്ങനെ നിസ്സംഗത പുലർത്തി അവസാനം കോടതിയിൽ തോൽക്കാനിടയുള്ള ഒരു കേസിൻ്റെ ഇവർ പറയുന്ന ഈ ശാസ്ത്രീയ ഇപ്പം മുൻ എം എൽ എ പറഞ്ഞതുപോലെ കരവയ്ക്കുകയോ കരയെടുക്കുകയോ ഇത് തെളിയിക്കേണ്ടത് ഇവിടെ കോടതിയുണ്ട്, NGT ഉണ്ട്. അവർ പറയട്ടെ ഇതിൻ്റെ സത്യം. അവർ പറയുന്നതിന് ഒരു മിനിറ്റ്, അവർ പറയുന്നതിനോ തീർപ്പ് കൽപ്പിക്കുന്നതിനോ പോലും അവസരം കൊടുക്കാതെ വലിച്ചു നീട്ടി ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. തീരെ നഷ്ടപ്പെടും. എനിക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നതിനോട് യോജിപ്പില്ല. IITയുടെ ഡിസൈനാണ് മുതലപ്പുഴയിൽ തയ്യാറുണ്ടാക്കിയത്. അല്ലാതെ ഈ തിയറി തെറ്റാണെന്ന് സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ഡോക്ടർ KV തോമസിന്റെ സ്റ്റഡി പറയുന്നുണ്ട്. ആ സ്റ്റഡി വ്യാജ സ്റ്റഡിയാണ്. നമുക്ക് ആ ചർച്ച പോലും നടക്കുന്നില്ല എന്നുള്ളതാണ്. ചർച്ച വരുമ്പോഴത്തേക്കും സ്റ്റെപ്സ് എടുക്കുന്നില്ല. ഫാദർ യൂജിൻ പെരേര, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ നാളെ മുതൽ എന്ത് ചെയ്യാൻ പോകുന്നു, മറ്റന്നാൾ സമരത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇനി ആര് വന്നാലും ശരി, എന്ത് സംഭവിച്ചാലും മുന്നോട്ട് തന്നെ പോകും, ഇത് നടക്കുക തന്നെ ചെയ്യും എന്ന് ആണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ സാഹചര്യം വരുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. ഈ മുഖ്യമന്ത്രി തന്നെ എന്നോട് കഴിഞ്ഞ ആഴ്ചയിൽ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള യോഗം വിളിച്ചുകൂട്ടാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിയും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഫാദർ നിങ്ങൾ ഉയർത്തുന്ന ആശങ്കകളൊക്കെ വളരെ സത്യസന്ധമായ കാര്യമാണ്, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുടനീളം മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നാളെ 12 ലത്തീൻ രൂപതകളിൽ ഇടയലേഖനങ്ങൾ വായിക്കുകയും വരുന്ന നാളുകളിലൊക്കെ കേരളത്തിലുടനീളം ഇതിനോടനുബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. റൈറ്റ്. ഫാദർ യൂജിൻ പെരേര നാളെ ഇടയലേഖനത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുന്നു. ശ്രീ ജോർജ് മേഴ്സിയർ, ഇത് ഏത് തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു വികാരം ആളി കത്തിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. വികസനം വേണം, വിഴിഞ്ഞം വേണം. ശ്രീ ആനത്തലവട്ടമൊക്കെ അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതിനുവേണ്ടി വികാരപരമായി തന്നെ ശ്രീ ഏലിയാസ് ജോണും ഒക്കെ ഉണ്ട്, പലരും ഉണ്ട്. പക്ഷേ നേരിടേണ്ടത്, ഇവർ ചോദിച്ചത് വൈകിപ്പോയി എന്ന് ശ്രീ ഏലിയാസ് ജോൺ പറയുമ്പോൾ ഇവരെ സമീപിക്കുകയും ഇവരോട് ഇപ്പം പറയേണ്ട രീതിയിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. അച്ഛൻ തന്നെ സമ്മതിച്ചു. 2 മന്ത്രിമാരെ കഴിഞ്ഞ ആഴ്ച ബിഷപ്പ് ഹൗസിൽ പോയിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ ആശങ്കകളും തീർക്കാമെന്ന് പറഞ്ഞു. എന്താ ഈ ഡെഡ് ലൈൻ? എന്തിനാ ഒരു സർക്കാരിനോട് ഡെഡ് ലൈൻ? സർക്കാർ പിന്നെ എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണയോട് തന്നെയാണ് സർക്കാർ പോകുന്നത്. ഇപ്പോൾ ചിങ്ങം 1 നടക്കാൻ പോകുന്നത് വെറും ഒരു എന്താ പറയുക, കമ്പനിയും ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് വേണ്ടിയുള്ള ഒരു കരാറ് മാത്രമാണ്. പക്ഷേ ശ്രീ ഏലിയാസ് ജോൺ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഇലക്ഷൻ വരുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിലേക്ക് എത്തുമ്പോൾ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് ഒരു ഉദ്ഘാടന മഹാമഹം പോലെ കൊണ്ട് എത്തിക്കുക എന്നൊരു പരിപാടിക്ക് അപ്പുറം ഇതിന് ശാസ്ത്രീയമായി സമീപിക്കുന്നില്ല. ഇതിനെ വിഷയങ്ങളെ പോലും അങ്ങനെ കാണുന്നില്ല. പ്ലീസ്, ഞാൻ അതിന് മറുപടി പറയാം. ശാസ്ത്രീയമായി സമീപിക്കുന്നില്ല എന്ന പദത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. 3 കേന്ദ്ര സർക്കാരിൻ്റെ 3 വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഒന്ന് NIOT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, 2 ISRO, 3 ഇൻകോയ്സ്, ഈ 3 പേരും കൂടി സംയുക്തമായി ഇന്ത്യയുടെ പെനൻസുലാർ മേഖല ഓരോ നിമിഷവും സാറ്റലൈറ്റ് വഴി വീക്ഷിക്കുക. അതിന് പുറമേ നമ്മുടെ പരിസ്ഥിതി അനുമതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ വിഴിഞ്ഞം പദ്ധതിയുടെ 20 കിലോമീറ്റർ തെക്കും 20 കിലോമീറ്റർ വടക്കും എല്ലാ ദിവസവും കടലിലെ ഡെപ്ത് നോക്കുന്ന -12 മുതൽ തീരത്ത് 100 മീറ്റർ വരെയുള്ള പ്രദേശങ്ങൾ 81 ക്രോസ് സെക്ഷനാക്കി. 500 മീറ്ററാണ് ഒരു ക്രോസ് സെക്ഷൻ. ആ 81 ക്രോസ് സെക്ഷനും
ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. പക്ഷേ ശ്രീ, ഞാൻ സമയത്തിൻ്റെ ഇതുകൊണ്ട് ഇടപെടുകയാണ്. ശ്രീ ജോർജ് മേഴ്സിയർ, ഈ കാര്യങ്ങളൊക്കെ ചീഫ് സെക്രട്ടറി അവിടെ പോയി ശ്രീ സൂസൈപ്പ് വാക്യത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ പറയില്ലായിരുന്നു ഒന്നും പഠിക്കാതെയാണ് സർക്കാർ ഞങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് എന്ന്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ആനത്തലവട്ടം, ഇപ്പം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാണ്. ലത്തീൻ കത്തോലിക്കർ ഇടയലേഖനം വരെ വായിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വരെ അവർ പറഞ്ഞിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വിഴിഞ്ഞത്തിനെതിരെ പറയുന്നതായി ഇത് ആളുകൾ വായിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ നിങ്ങൾ അത് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കും? അല്ല, ഇതിനകത്ത് ഈ മുഖ്യമന്ത്രി തിടുക്കം കാണിക്കുമ്പോൾ 2004 ശ്രീ ആൻ്റണി ഇത് തുടങ്ങുമ്പോൾ, ആ തുടങ്ങിയത് ഒരു വർഷം കഴിഞ്ഞ് 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയല്ലോ. മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്ന് കല്ലിടാൻ ഒരുങ്ങുകയാണല്ലോ, പ്രഖ്യാപിച്ചാണല്ലോ, നടന്നില്ലല്ലോ. 2006 ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ടെൻഡർ ചെയ്ത് സൂൺ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഏറ്റെടുത്തു. ആ കമ്പനി ടെൻഡർ ചെയ്ത് കരാർ ഉറപ്പിച്ചപ്പോൾ അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയും യു പി ഗവൺമെൻറ്റും എന്താ ചെയ്തത്? ചൈനീസ് ഗവൺമെൻറ്റുമായ ഒരു കരാറുള്ള ഒരു ബന്ധമുള്ളതാണ് ഈ സൂൺ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾക്കും ഈ താല്പര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അതാണ്. അല്ല, അതിന് ശേഷവും ഈ 2006 ഗവൺമെൻറ് വന്നപ്പോഴും ഇത് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തിയല്ലേ. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ പ്രതിപക്ഷ നേതാവായിരുന്ന അസംബ്ലിയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരികയും മറ്റൊക്കെ ചെയ്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് എന്താണ്? ഇത് ഇത്രയും ഒരുപാട് വർഷങ്ങളായി പോയി, പെട്ടെന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ആ സ്വഭാവമൊക്കെ നിർത്തി ഇത് നടപ്പാക്കണമെന്നാണ് സിൻസിയറായി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം. ഫാദർ യൂജിൻ പെരേര, നേരത്തെ ശ്രീ ജോർജ് മേഴ്സിയർ തന്നെ ചില പാക്കേജ് ഇവിടെ പറയുന്നതായി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇതൊക്കെയാണ് ആ കോമ്പൻസേഷന്റെ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ജോർജ് മേഴ്സിയറുമായിട്ട് ഇന്നലെ ഞാൻ വേറൊരു ചാനൽ ചർച്ചയിൽ ഇരുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് 850ഓളം മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ തിരുത്തുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ടിൽ 597 മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ആ മത്സ്യത്തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന മുല്ലൂർ മേഖലയിലെയും വലിയതുറ വിഴിഞ്ഞം വലിയ കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ മാത്രം കാര്യമാണ്. യഥാർത്ഥത്തിൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന 50,000-ഓളം മത്സ്യത്തൊഴിലാളികൾ ഇതിന്റെ പ്രത്യാഘാതപരമായി. ഞാനത് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ദയവായി ഫാദർ ശ്രീ ജോർജ് മേഴ്സിയർ, താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ പറയുന്നതിന് വിശ്വസിക്കുന്നില്ല, അവർ പോവുകയാണ് മുന്നോട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനൊരു പറയട്ടെ. വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് ഇത് ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് വ്യതിചലിക്കുക. അവിടെ ഒരു പുതിയ ഹൈസ്കൂൾ, ഒരു വലിയ സൗകര്യങ്ങളുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ വരുന്നു, ഒരു സാങ്കേതിക വിദ്യാലയം വരുന്നു, കുടിവെള്ളം 7 കോടി രൂപ കുടിവെള്ളത്തിന്. അതേപോലെ പിന്നെ ഒരു ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ 16 കോടി രൂപയ്ക്ക് വരുന്നു. 80 കോടി രൂപ ചിലവിൽ ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം വരുന്നു. നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം 5 കോടി രൂപ ചിലവാക്കി വലുതാക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒരുപക്ഷേ ശ്രീ ജോർജ് മേഴ്സിയർ ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയേക്കൊന്ന് കരുതുകയാണ് ചെയ്യുക. ശ്രീ ഏലിയാസ് ജോൺ, എന്താണ് അനുഭവം? എൻ്റെ ഇതിൽ ഞാനിപ്പോൾ ജോർജ് മേഴ്സിയറിൻ്റെ സുഹൃത്ത് കുറേ സംഘടനകളുടെ പേര് പറഞ്ഞു. ISRO, ഇൻകോയിസ്, ഓഷ്യൻ ടെക്നോളജി, ഇവരൊക്കെ പഠിച്ചു വച്ചിട്ടുള്ള റിപ്പോർട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സമരം നാളെ ചിങ്ങം 1 ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പദ്ധതി വളരെ സന്തോഷകരമായി എല്ലാ ജനങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ കരാർ ഒപ്പിടാൻ പോകുമ്പോൾ ഒരു സമരം പ്രഖ്യാപനം കൂടെ നടക്കുകയാണ്. അത് ഒഴിവാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഈ കണ്ടെത്തിയ പഠനങ്ങൾ എന്തുകൊണ്ട് ഫാദർ യൂജിൻ പെരേര റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ ധരിപ്പിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല? ഇത്രയും സത്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സമര സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നു? അവരോട് കൺവിൻസ് ചെയ്യിക്കുക നിങ്ങൾ. ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, പറയുന്നതിൽ എനിക്ക് പ്രയാസം. അതിനൊരു പെട്ടെന്നൊരു മറുപടി. അല്ല, ഞാൻ പറയാം. എനിക്ക് പറയുന്നതിൽ പ്രയാസമുണ്ട്. വേണ്ടെന്ന് വെച്ചതാ. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിസ്ഥിതി പഠനം നടത്താൻ അനുമതി തരണം എന്ന് പറഞ്ഞ ഒരു അപേക്ഷ സർക്കാർ കൊടുത്തു. അതിനുള്ള മറുപടിയിൽ ഈ പിന്നെ മന്ത്രാലയം പറഞ്ഞു ഇന്ന കാര്യങ്ങൾ അവിടെ എറോഷന് സാധ്യതയുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. അത് 1.5 വർഷക്കാലം പഠിച്ചു. ഒരു പ്രീ മൺസൂൺ ഇവരൊക്കെ കൂടെ ചേർന്ന് അല്ലല്ല സാങ്കേതിക ഇതൊക്കെ പഠിച്ചോന്ന് പറഞ്ഞാലും ഇത് സാധാരണ ജനത്തിനെ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. സാധാരണ ജനത്തിന് അതിന് ലത്തീൻ കത്തോലിക്കർ എന്ത് പിഴച്ചു? അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ലേ? ഈ പറയുന്ന ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പറഞ്ഞ പദ്ധതികളൊക്കെ അവിടെ വരാൻ പോണു, ആളുകളെ ആകർഷിക്കാം, അതൊക്കെ വരുമല്ലോ, സമാധാനപ്പെടുമല്ലോ. എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ
മുതലപ്പുഴയിൽ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ, അതിൻ്റെ ലേലപ്പുര, ബോട്ടെടുക്കാനുള്ള സൗകര്യം, നിരവധി ആഫീസുകൾ ഇതെല്ലാം കെട്ടിയിട്ടേക്കാണ്. തുരുമ്പെടുത്ത് പോവുകയാണ്. റൈറ്റ്. എന്താ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുന്നു. എന്തായാലും ഈ എതിർക്കുന്നവർക്ക് മുന്നിൽ, ആശങ്കകൾ ഉള്ളവർക്ക് മുന്നിൽ വികസന വിരോധികൾ എന്ന പേരാണോ അവസാനം വീഴുക എന്നുള്ളതാണ് ചർച്ചയിൽ തീർപ്പാക്കാതെ പോയത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് മേഴ്സിയർ, ശ്രീ ആനത്തലവട്ടം, ശ്രീ ഏലിയാസ് ജോൺ, ഫാദർ യൂജിൻ പെരേര. ചർച്ച അവസാനിക്കുന്നു.